ആൾക്കാരൊക്കെ പടിയിലാണ്. അപ്പൊ ഈ പുതിയ വ്ളോഗേഴ്സ് വന്നിട്ട് ഓൽക്ക് ഫുഡാണെങ്കിൽ ഫുഡ്, ഡ്രസ് മതി. അതാണ് സത്യം. കണ്ടന്റ് അടിപൊളിയാണെങ്കിൽ വ്യൂ കേറുന്നുണ്ട്. കുറെ ഫോളോവേഴ്സ് വേണമെന്നൊന്നുമില്ലല്ലോ, അങ്ങനെ കേറുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രൊമോഷൻ വരുമ്പോ പേയ്മെന്റ് ചോദിക്കണ്ടേ? പേയ്മെന്റ് നമ്മള് പറയുമ്പോ 2000, 3000 അവിടുന്ന് തുടങ്ങണ തന്നെ. പിന്നെ നമ്മള് ചെയ്യലില്ല. പിന്നെ എന്തിനാ ജീവിച്ചു പോണ്ടാ. അതെ, അല്ലെങ്കിൽ മോണിറ്റൈസ് ആണല്ലോ മാസം അതാ മോണിറ്റൈസ് ആടുത്ത ഇവിടെ ഇൻസ്റ്റയില് സംഭവമുണ്ട്, ഫേസ്ബുക്കിൽ ഇന്റെ കഴിക്കണം. പക്ഷെ ഒന്ന് കേറുന്നുണ്ട് ഇങ്ങനെ ചില്ലറായിട്ട്. അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. അക്കൗണ്ട് നമ്പർ കൊടുക്കാതെ പിന്നെ എങ്ങനെ അങ്ങനെ ആവണെങ്ങനെ? അതല്ല ഞാൻ പറയണേ, അക്കൗണ്ടിന്റെ അല്ല സാധനം. ഇപ്പൊ ഇതായി ചാലു വയ്ക്കണേ, അക്കൗണ്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ലേ? അപ്പൊ അതിൽ റീച്ച് ഉണ്ടല്ലേ നിങ്ങൾക്ക്? ഇല്ല, ഇതില് പോണത് അതിലും പോവും. ഞങ്ങളൊക്കെ ലിങ്ക് ആക്കിയിടാക്കല് ഇടുമ്പോ ഇതിൽ വിടുമ്പോ അതിലും പോവില്ല. മറ്റേ കോപ്പിറൈറ്റ് അല്ലല്ലോ ഫേസ്ബുക്കിലല്ലോ, കോപ്പിറൈറ്റ് ഉണ്ടല്ലോ. എല്ലാം പറഞ്ഞത് അത് ഓപ്പൺ ആയിക്കണെന്ന് പറയാ ഓപ്ഷൻ. പേയ്മെന്റ് മൂടിച്ചു നിങ്ങള് ഫേസ്ബുക്കിൽ നിന്ന് ഒന്നും ഇതാക്കിയിട്ടില്ല. കൊടുത്തൊക്കെ ഇതാക്കിക്കണേ, എന്തൊക്കെ ഒന്നും ആയിട്ടില്ല. യൂട്യൂബ് ഒക്കെ ഫേസ്ബുക്ക് ഇതാക്കണം. കാരണം ഫേസ്ബുക്കിൽ നല്ലോണം കിട്ടുന്ന ആൾക്കാർ പറയുന്നത്. ഫേസ്ബുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം ആക്കിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സുഖാണ്. ഇൻസ്റ്റാഗ്രാം ഉണ്ട് സംഭവം, നമ്മളോടല്ല, ഇന്ത്യയിലില്ല. അങ്ങനുണ്ട്? ഇന്ത്യയില്ല, ഇന്ത്യയിലെ അല്ല. ഇൻസ്റ്റാഗ്രാം ഞാൻ കേട്ടിരുന്ന സംഭവം. ഇൻസ്റ്റാഗ്രാമിൽ പേയ്മെന്റ് ഉണ്ട്, നമ്മള് ഫേസ്ബുക്കിന് ഭയങ്കര പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലില്ല. ഇല്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാ എത്രങ്ങാനും ബംഗാളി വ്ളോഗേഴ്സ് ആണ്. ഓലൊക്കെ വ്യൂ കണ്ടിട്ടില്ല, മില്യൺ സാധനങ്ങളാണ്. അതെ, ഇപ്പൊ ആ രോഹിത് ഉണ്ടല്ലോ നിങ്ങള്, ചങ്ങ കിട്ടില്ല. ഓനും ബായും അല്ല, അബു സാലിം. അല്ല ഓനെന്നെ ടിക്ടോക്കിന്റെ ടൈമില് ഹലിമോല നേപ്പാള് കുട്ടികളാണ് പോയത്. ഇനി അവൻ വിളിച്ചാണ്ട് പറഞ്ഞേ ഇവിടെ കുട്ടികളാണ് വന്നേന്, ഇവിടെ ആണെങ്കിൽ വാറാണ് പറഞ്ഞത്. അവിടെ കച്ചറുണ്ടല്ലോ നിങ്ങള് ഫേസ്ബുക്കില്. വീഡിയോ എടുത്തിട്ട് തന്നെ ഓടിയത്. എവിടേക്കും പോയി ഉണ്ടല്ലേ? പാർട്ടി പരിപാടി അല്ല കേട്ടോ. ഇത് വെറുതെ ഓരോന്ന് വാങ്ങിക്കൊണ്ടിരുന്ന കണ്ട എല്ലാ താമസാരല്ല. അത് പോയാ കണ്ടില്ല സംഗതി. എത്താപ്പോയി അതിന്റെ ആ ഒരു ആവശ്യമില്ല സംഗതി, ഒരാവശ്യമില്ല. ഞങ്ങളിപ്പോ തന്നെ പോവും. ഞാൻ കാണാൻ വന്നിട്ട് ഇങ്ങനെ പോയാൽ വന്നേനി. ഇതത്ത ചോറുന്ന് ശരിന്നാ ചോറുന്നത് പോണേ. അതെ അതെ വിഷയം. ചോറ് പോലെ അഭിനയിക്കാൻ കൊണ്ടുപോയിട്ട് ഒരു മോട്ടറാക്കി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതെ ആ മറ്റേ സാധനം കണ്ടല്ലോ, ഏത് ഒന്നും പറയാതെ കൊണ്ടുപോയിട്ടാ അവിടെ ഞങ്ങളൊരു പാവാട മനുഷ്യനെ പിരാണ്ടാക്കി. ആ മറ്റേ വീഡിയോ പറയണല്ലേ? അത് ശരി. അതെ അത് നോക്കണ്ട, പേരമക്കൾ അറിയല്ലേ, നോക്കണ്ട. ഒക്കെ രസമായിട്ട് ഈ ട്രെൻഡാണ് നിങ്ങളൊക്കെ വെറുതെ, അതായത് നാട്ടുകാർ വെറുതെ ഇങ്ങനെ ചോറിയും ഉമ്മ കേട്ട് അമ്മമ്മക്ക് ഇല്ല മൈൻഡ് അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ തന്നെ. ഞാൻ എന്റെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ പിന്നെ ആൾക്കാരെ കൂടി കേൾക്കുമ്പോ അത് മൈൻഡ് ചെയ്യണ്ടേ. വന്നില്ലേ ആൾക്കാര് നാട്ടുകാരെ തൊഴിലുറപ്പിന്റെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ
ഇങ്ങനെ ചോദിച്ചു. അതാണ് ആ നോക്കണ്ട. എന്നെ ഞാനിപ്പോ അയലോകത്ത് കൂടി ഒടുക്കുവായിരുന്നു. ഏയ് ആ ഒന്നും പ്രശ്നമല്ല. ഏയ് ചായയും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. എന്താ മോന്റെ പേര്? എന്താ സുഖം. 12 നീച്ച ചായ കുടിച്ച പരിപാടി. ജാബറിന്റെ ഏട്ടനെ ക്രിക്കറ്റ് കളിക്കുന്ന ജാബറിന്റെ പുത്തടുത്ത് ജാബുല്ലേ കിമിച്ചി, മനസ്സിലായി. കിമിച്ചിന്റെ ഏട്ടൻ. എന്നാ അതിന്റെ ശേഷം ആരോ എന്നോട് ഒരാൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഷെമിറോജി ആരോ ഒരാളാണ് പറഞ്ഞു തോന്നുന്നത്. ഷെമിറോജി പെടണല്ലേ അവിടെ? ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മരുത പാത്ര. ടിക്ടോക്ക് ചെയ്യണ കാലം മുതൽ നമ്മളെ നല്ല വീഡിയോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അവന്റെ അനിയന്റെ ഒക്കെ നമ്മള് വീഡിയോ അവൻ പോണ്ടൊക്കെ കൊണ്ടല്ല, അവൻ ഒന്ന് കണ്ടന്റ് നടക്കുന്ന ആളാ. ആശിന്റെ പരിപാടിയാണ്. ആശി മുടി കളത്തിന് പരിപാടിയാണ്. കൊറേ ആൾക്കാരുണ്ടല്ലോ. മറ്റേ നിലമ്പൂർ ഓനൊക്കെ തന്നെയല്ലേ രാമകുത്താവത്തൊക്കെ. അവന്റെ അർഷദൊക്കെ അറിയും. അർഷദ് എപ്പോഴാ ഇറങ്ങി ഞങ്ങള്? ഓരോരുത്തരിങ്ങനെ പൊറക്കി ഇങ്ങനെ പോരാണ്. അത് ഞാൻ മൂപ്പരെ കാണാൻ മൂപ്പര് ഞാൻ അങ്ങനെ മെസ്സേജ് ചെയ്യും. ഞാൻ മൂപ്പരെ പഠിച്ചപ്പോ കണ്ട. അപ്പം എത്രയും വന്നിട്ട് 3 മാസമായി ആക്സിഡന്റ് അടിച്ച് പോന്നാണ്. ആണോ? അതങ്ങള് പോവാത്തല്ലേ? ഞാൻ ലീവ് എത്ര അൺലിമിറ്റഡ് അല്ലടാ. അതെ. അല്ല രസമുണ്ട്, വർത്താനം കേട്ടാണ് റീലാണ് സത്യം പറയാ. നല്ല രസാണ്. പരിപാടികളൊന്നും നടക്കില്ല. അതാണ് പ്രശ്നം. മറ്റേ എല്ലാരും കാണാനൊക്കെ പറയുന്നു പരിപാടി ഉഷാറാണ്. നമ്മളെ നടക്കില്ലല്ലേ? കാണൽക്ക് വലുതും വരാ. വർക്കിനെ വിളിച്ച് പേയ്മെന്റ് പറഞ്ഞാല് ഇങ്ങനെ ഹേ അറിയും ചെയ്യാം. വെറുതെ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ റെസ്റ്റോറന്റിലാണ്. നമ്മളങ്ങനെ ഒരു മാനേജ്മെന്റ് സ്റ്റാഫ് ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് പുറത്തൊക്കെ പോവാം. കൊറേ ഹോട്ടൽ ഫീഡ് കൊറേ അലി ബ്ലോഗർ അല്ലിനെ അവിടുന്ന് പരിചയം ഇങ്ങനെ തന്നെ മെസ്സേജ് അയച്ചു. ബംഗാളി വീഡിയോ കണ്ടിട്ട് എവിടെയാണെന്ന് ചോദിച്ചാണ്ട് എനിക്ക് കൂടുതൽ പരിചയം ഈ അങ്ങനെയാണ്. പിന്നെ നമ്മള് പാറ്റേൺ മാറ്റി പിടിച്ച വ്യൂ കയറാൻ വലിയ പാടാ. തന്നെ വലിയുണ്ടെങ്കിൽ റീച്ച് ആവും. അതാണ് മാറ്റി കഴിഞ്ഞാൽ കിട്ടൂല. അതെ ആൾക്കാരതൊക്കെ പറയും. അതൊക്കെ നോക്കില്ല. ഇപ്പൊ ഇന്നത്തെ പറഞ്ഞു പറയും ഞാനൊന്നത് പണി ഇങ്ങോട്ടോ അമ്മ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ വേക്ക് വരും ചെയ്യും. നമ്മൾ അത്യാവശ്യം നമ്മളെല്ലാം പണിയൊക്കെ കളഞ്ഞു പോകുന്നതാണ്. ഒരു പിരാന്തല് പോകുന്നതാണ്. വിസ ബാക്കിണ്ടായിരുന്നു. 1 കൊല്ലം വിസ ബാക്കിണ്ട്. ഞാൻ എക്സിറ്റ് അടിച്ചാണ് പോകുന്നതാ. ഓരോ ആഗ്രഹങ്ങളല്ലേ. സൈലന്റാ ബോസ്. എന്റെ ക്യാമറ എന്നിട്ട് ഓമുണ്ടാ ബംഗ സൈഡ് കുത്തിറക്കുക. ഒന്നേ തന്നെ എക്സ്ട്രോട്ടാ. ക്യാമറ ഉണക്കിയാലോ ഓനുള്ളൂ. ക്യാമറ ഉണക്കിയാൽ ഓനുള്ളൂ. അത് കുറഞ്ഞിട്ടല്ലോ. ഓ അടി പോകും. നമ്മളെ ഏരിയയിൽ മാത്രമാണ്. അതെ പുറത്തൊരാളെ കണ്ട പിന്നെ ഉണ്ടാകാൻ നിൽക്കില്ല. അവിടെ പൂച്ചക്ക് അപ്പുറത്തില്ലേ? റബ്ബറോടുത്തായിരുന്നാ നമ്മളിതിന്റെ ഇടയിൽ പെട്ടെടുക്കുന്നുള്ളൂ. താഴത്തേക്ക് വെറുതെ അങ്ങോട്ട് വെറുതെ ഇങ്ങോട്ട് വെറുതെ ഇതിന് മുളക്കും വെറുതെ. ഇതിന്റെ അടിയില് ഒരു 9 സെന്റ് ഉണ്ടാവും. അത് നമ്മളത് എന്റെ പേരിന് അപ്പുറത്തൊക്കെ റബ്ബറുണ്ട്. നമ്മളതല്ല കേട്ടോ. പാർട്ടിക്കാരെ കണ്ടില്ല മറ്റേ വീടിന്റെ വിഷയത്തില് ഒരു രക്ഷയില്ല. ഇതിപ്പോ കൊറേ നടക്കൽ തുടങ്ങിയിട്ട് കറണ്ടിന്റെ പ്രശ്നം 7 മാസത്തിന് മുകളിലായി. കറണ്ട് വലിക്കാൻ പറ്റില്ലാണ്ട് ഇതിന്റെ താഴത്തോടെ ഞമ്മളൊരു ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കാം. എന്റെ പേരിൽ പോസ്റ്റൊക്കെ നമ്മള് പൈസ കൊടുക്കണം.
ഞങ്ങളെ വീട്ടിലൊക്കെ അയൽവാസികളൊന്നും തരായിട്ട് ഞങ്ങള് 2 പോസ്റ്റ് വെച്ചിരിക്കാം. ഇത് അങ്ങനെ വെച്ചാണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പം ആ പോസ്റ്റിന്റെ സ്റ്റേ വരെ അപ്പുറത്ത് കൊടുക്കാൻ പോണേ. അതാ തോട്ടക്കാർക്ക് സമ്മതം. നമുക്ക് തന്നെയാണ് ഓല പരി കൂടെ മറ്റേ ചെയ്താ ഇന്റെ പേര് അത് വിഷയമാണ്. കേബിളാണ് ചെയ്തൂടെ നല്ല റേറ്റ് ഉണ്ട്. ആ സാധനം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ഇവിടെ സുഹൃത്തിനോടൊന്ന് സംസാരിച്ചോട്ടെ. ആ പോസ്റ്റ് മാറ്റണം. എന്നിട്ട് പിന്നെ എന്താണ് ഇന്റർനാഷണൽ ചർച്ചകൾ നടക്കുന്നത്. ഏതൊക്കെ പെർഫ്യൂം ആവും, ഏത് ഓടിയിട്ട് അങ്ങനെ ആവും. അതൊക്കെ അറിയാം. ഏയാണ് ചെയ്യല്. ഞങ്ങൾ ഇവിടെ വന്ന് ചാടിച്ചു പോലുണ്ട്. ഇവിടെ കടല്ലേ അഡീഷണൽ കേറിനോടുത്ത് ഇങ്ങോട്ട് കേറിനോടുത്ത് ചാത്തമ്മന്റെ ഓർഡർ ചെയ്യാത്ത പൊറാട്ടൊക്കെ അല്ലേ ലൈവായിട്ട് പൊറാട്ടൊക്കെ താത്താന്റെ അമീറാഖാന്റെ അല്ലേ ജിദ്ദ ഹോട്ടലിലൊക്കെ വരലുണ്ട് ഞങ്ങള്. അവിടെ പരിപാടി റെസ്റ്റോറന്റില് അവിടുത്തെ പ്രൊമോഷൻസ് ആൾ കിട്ടൂല. അപ്പൊ അവിടുത്തെ കിട്ടീനു. ഞാനൊരു നാടൻ ടച്ച് പിടിക്കാൻ വേണ്ടി വന്നു. മനസ്സിലായി. നാടൻ ടച്ച് നടക്കൂല. നാടൻ ടച്ച് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. ഇപ്പോ നിങ്ങൾക്ക് അവിടെ സുഖം. അവിടെ കണ്ടന്റ് എഡിറ്റിംഗ് എത്ര ചെയ്യണ്ട. അങ്ങനെ പിടിച്ച് നടന്നാല് ഇമ്മ അവിടെ നോക്കട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾക്ക് പാട്ട് കാണിച്ചരാ. പാട്ട് പാട്ട് വരാം. ഇങ്ങോട്ട് അങ്ങോട്ട് പാട്ട് പിന്നെയാണേ. പാട്ട് പിന്നെയല്ല, പാട്ടിപ്പോ പാടണം. പാട്ടിപ്പോ പാടണം മുത്തേ. പാടൂലേ കരോക്കെ ഇല്ലാതെ പ്രശ്നമല്ല. പെണ്ണുങ്ങളാകുമ്പോ കരോക്കെ ഇല്ലാതെ പാടല്ലേ. ആൾക്കാരുടെ ഇടയിൽ കരോക്കെ ഇല്ലാതെ പാടില്ലെന്ന്. ലൈവാണ്, ഒറ്റ കൊടുത്താണ്. അതപ്പോ അറിയണോ സിംഗറാണ്. പാലത്തിന്റെ അപ്പുറത്താണ്. തമ്പുരാട്ടില്ലേ? ഞാനൊരു ഒഫീഷ്യൽ പാട്ടല്ല, നമുക്ക് അറിയില്ല. ഒഫീഷ്യൽ പാട്ടനല്ല, അനാൻസാറുണ്ടല്ലോ ആൾക്കാരും. ഇങ്ങനെ പറയാം 4 വരി ഇങ്ങനെ പാടുമ്പോ അതെ അടുത്ത അനുപല്ലവി ഒക്കെ പോകും. ഒക്കെ പോലെ. അതെ സംഭവം അനുപല്ലവിയിലാണ് സംഗതി കിടക്കണത്. പിച്ചിമലാണ് സംഗതി. ചാർജിങ്ങിൽ പോയ മതിരല്ലേ. അനുപല്ലവി പാടുമ്പോഴാണ് അനാൻസാരം പാടിയ ആളല്ലേ. അനാശാനൊക്കെ പാടിക്കണ ജില്ലാ കലോത്സവത്തിന് അങ്ങനെ 2 ആള് പോണത്. ഒരാളല്ലേ പോവുള്ളൂ. നായി സബ് ജില്ലയിൽ പോയിട്ടോ. അതെ സബ് ജില്ലയിൽ ഇപ്പൊ എന്തായാലും സബ് ജില്ല പോലെ പോവാലോ. പിന്നെ അവിടുന്ന് ജില്ലയിൽ നിന്ന് ഒരാളല്ലേ പോവുള്ളൂ. ഒരു സ്കൂളിൽ അല്ല, ഒരു സബ് ജില്ലയിൽ നിന്ന് ഒരാളല്ലേ പോവുള്ളൂ. അതാ ബാങ്ക് 5 എന്തറിയില്ല. പിന്നെ 5-ൽ 4 അതിലും ആയിരം തന്നിട്ടില്ല. പിന്നെന്താ നമുക്കിതൊന്ന് പറയാൻ പറ്റൂല. അതുപോലൊക്കെ അറിയാം. ഇത് ഒരുപാട് ടീമിൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ട്. അതെ മനസ്സിലായി എനിക്ക്. ഈ സംഭവം ഒന്നും ആയതുകൊണ്ട് നമ്മളാരും പുറത്ത് പറയില്ലത്. ഫുൾ പേയ്മെന്റ് വാങ്ങണം ശരിക്കും. നമ്മൾ അഡ്വാൻസ് കിട്ടിയിട്ട് തന്നെ വെറുതെ വിഷയത്തിൽ തന്നെ മാറി അല്ലേ. ഉമ്മ കാത്തിക്കാണ്, ഉമ്മ കാത്തിക്കാണ്, എല്ലാവരും കാത്തിക്കാണ്. മൈക്കാൻ സെറ്റ് മൈക്ക റെഡിയാ. സംഗമത്തിലുള്ള സെറ്റ് ഞാനങ്ങനെ പാടാനാണ്. മറ്റേ പാട്ടോടല്ലേ തോപ്പിച്ച പാട്ട്. എൻ്റെ വീട് എടുത്തു. അങ്ങ പോണത്തളേ ഇത് ഇതിലെ ഉള്ളിൽ ഇട്ടു. എന്താണ് അങ്ങ പോണത്തളേ എടുത്തു. എന്ത് അതെ മാണെങ്കിൽ എടുത്തോളൂ, ഉപകാരപ്പെടും. അനാൻഷാന മറ്റേ മാപ്പിളപ്പാട്ടിൽ തോപ്പിച്ച പാട്ടാ വേണ്ടി. തീരട്ടില്ല, ഒട്ടുപിടില്ല. അഞ്ചിത മുഞ്ചുള കഞ്ചക വഞ്ചി സുലൈഹ തികവുകൾ വെത്ത് അമ്പിയ താജൊളി ചെമ്പകരങ്കുള യൂസുഫാദരബെത്തും ഊറ്റമിൽ ചാറ്റുകിലേറ്റമതൃപ്പമാകുമേ ഹക്കതനാഥൻ തൻ്റെ കലാമിൽ നോടി സവിസ്തരവിണ്ടും അഹ്സനുൽ അസ്സാൻ ഉലകമിലെങ്കും വായ്ത്തിപ്പാടിയുമിണ്ടും
ഹക്കു വെളിക്കവെ ജിക്കവെ കോർവൈതാകുമേ ഹക്കു വെളിക്കവെ ജിക്കവെ കോർവൈതാകുമേ അഞ്ചിത മുഞ്ചുള കഞ്ചക വഞ്ചി സുലേഹ തികവുകൾ വെത്ത് അമ്പിയ താജൊളി ചെമ്പകരങ്കുളയൂസു ഫാദരബെത്തും ഊറ്റമിൽ ചാറ്റുകിലേറ്റ മതൃപ്പമാകുമേ ഹക്കതനാഥൻ തൻ്റെ കലാമിൽ നോടി സവിസ്തര വിണ്ടു അഹ്സനുൽ അസ്സാൻ ഉലകമിലെങ്കും വായ്ത്തിപ്പാടിയു വിണ്ടും ഹക്കു വെളിക്കവെ ജിക്കവെ കോർവൈതാകുമേ ഹക്കു വെളിക്കവെ ജിക്കവെ കോർവൈതാകുമേ. സൂപ്പർ 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 സൂപ്പർ. നമ്മൾ കേൾക്കാൻ കൊതിച്ചൊരു പാട്ടായിരുന്നു അത്. അഞ്ചുക്ക് പാടിയിട്ടുണ്ട് ഗൈസ്. ഗായകനാണ് ഗായകൻ. ഇതൊക്കെ വെച്ചിട്ട് സാധനം കണ്ടിരുന്നു സ്റ്റുഡിയോന്ന്. എത്ര ഏത് ഏത് അതന്നെ മറ്റേ പാട്ടേ തപ്പണ്ട പാട് പാട്. അല്ല ഞാൻ ചോദിച്ചാൽ നിൽക്കുമ്പോ പാടാനേ. ഓർമ്മല്ലേ പാട്ട്. അല്ല അടി കൊടുത്തടി നമ്മളെ മകിടിയൊക്കെ ഉണ്ടേ. ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല പാട്ടൊന്നുമില്ല അടിച്ചോനെ. ഞാൻ മറ്റേ പാട്ടോടെ നാളെ പാടണം പറഞ്ഞില്ലേ? എന്റെ ഒരു പാട്ട് വരുന്നുണ്ട് പറ്റിച്ചു നാളെ റീല് വരുന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് ഞങ്ങളെ കാണായിട്ടാ. അല്ല പൂവുക്കുള്ളൊളിന്തിരിക്കും കണിക്കൂട്ടം അതിശയം വണ്ണത്തിൽ പൂച്ചയോടമ്പിൽ ഓവിയങ്ങൾ അതിശയം തുളை செல்லும் காற்று மெல்லிசையாமல் அதிசயம் குருநாதர் எல்லாத குயில் பாட்டு அதிசயம் அதிசயமே அசைந்து போகும் நீ எந்தன் அதிசயம் கல் தோன்றி மண் தோன்றி கடல் தோன்றும் முன்னாலே உண்டான காதல் அதிசயம் ஓ 16 வயதான பருவத்தில் எல்லோர்க்கும் படர்கின்ற காதல் அதிசயம் ஓ. ഏതൊന്നല്ലൊരു പെണ്ണുങ്ങളെ പാട്ടാടുള്ളൂ. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് താക്കീതായിട്ട് വെച്ചേക്കാണ്. അതെ ഏയിലാണോ വിജയിക്കണ അതില് നമ്മളില്ലേ അപ്പൊ പൂശി വിടും. അതെ അതെ വെറുതെ കിടക്കല്ലേ. അതെ അതെ ഇൻഫ്ലുവൻസർ അല്ലടാ. നമുക്ക് പണിക്കോ പറ്റുമോ? ഇവിടെ നിങ്ങള് പൂച്ചോടെ നിങ്ങളെ പൂച്ചനെ കണ്ടാ കൊണ്ടുതന്നെ അങ്ങോട്ടെ കൊണ്ടരി 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 നിങ്ങൾ കൊണ്ടരി കൊണ്ടരി പൂച്ച കൊണ്ടരി. ആ പൂച്ചണ്ടേ. പൂച്ച പോയപ്പോ വിളിച്ചോണ്ടി നിങ്ങള്. അല്ല അത് ചത്ത പോത്തിനു ആ കോയിനിറക്കാൻ വേണ്ടി കൊണ്ടുപോയി. അതുപോലൊക്കെ പാടെ ഇതാക്കി. ഓ ആകെ സീനായി എറിഞ്ഞിട്ടരോ. ആ അവിടെ പോയി കണ്ടു വരികയാണ്. എന്താ മനയാള് അല്ല നിങ്ങൾ അവിടെ ഒന്ന് പോയി തരി എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തായാലും പറഞ്ഞയച്ചു. പറഞ്ഞയച്ചുകൊണ്ട് പിന്നെ എന്താ ഇവിടെ കോയിനെ പിടിച്ചാണ്ട് അവിടെ അപ്പുറത്തെ പെരി കൊണ്ടുപോയിണ്ട് നിർത്തിയാണ്ട് ഇവര് പോയിട്ടുണ്ട്. പിന്നെ ഈ കോയിനെ ഇറത്തുകാണ്ട് വരുന്നു. എൻ്റെ പോയി ഞാൻ എന്താ വേണ്ടി ഞാൻ ആരെ കാട്ടിന്റെ ആരെ പറയണ്ട. ഇച്ചാണ് സങ്കടം ഉണ്ട് കേട്ടോ ഈ കോയിനകത്ത്. പോയി നമ്മള് കുട്ടികളോട് വർത്താനം പറയും പോലെ ഓള് പറയും. ഓ എത്രപ്പത് ഇത് കൊറയല്ലോ.
ശരി 18 ഉണ്ട് ഇനി. ആ അതെ അവസാനം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂച്ചപ്പേരയോ മനുഷ്യന്റെ പേരെയോ പാത്രങ്ങളും ചോറും മീനും പൂച്ചക്കായ്ക്ക് മീൻ പൊരിച്ചുകാണ്ട് പൊരിച്ച് മിക്സിയിലിട്ട് പൊരിച്ചിട്ട് ഞങ്ങൾക്കില്ല. കോഴിമുട്ട പുഴുങ്ങിയത്, പാല് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചുകാണ്ട് ഒന്നുമില്ല. ഒന്നുമല്ല പൂച്ച. നമ്മളെ പാത്രം മോറിയില്ലേലും പാടില്ല, പൂച്ചന്റെ പാത്രം മോറും. ഞാൻ ഇടങ്ങേറായി ഇവരോട് വെച്ച് നിങ്ങൾ എന്താ കണ്ടിരിക്കുന്നത്, ഇപ്പൊ പൂച്ച വറക്കണം മനുഷ്യനാ വറക്കണത്. വേണം പൂച്ച വേണം, ഇങ്ങനെയൊക്കെ തുടങ്ങിയ മത്സരിക്കണം പൂച്ച. ഓള് കരയാനോ ഞാൻ ചീത്ത പറയാനോ. അതിൽ ഒരു ദിവസം ഒരിക്കൽ പിരാണ്ട് കണ്ട് എല്ലാത്തിനും ഓരോരുത്തരെ വിളിച്ചു കാട്ടൊക്കെ കൊടുത്തു. ഒക്കെ ചോദിച്ചു, ആർക്കും കൊടുക്കൂല. ഇത് കൊടുത്തില്ലല്ലോ അന്ന് ഇന്നൊക്കെ വിളിച്ചിരുന്നു. ഒരു മൊമെന്റ് കൊടുത്താൽ നിങ്ങൾ വന്നില്ലേ? അല്ലടാ ഇവിടെ മുണ്ടയിലൊരു പരിപാടി വെച്ചാലോ ആൽബം. ഓനൊന്നും വന്നില്ല, ആരുമില്ലേനു. ഞങ്ങള് ലോക്കൽ ബ്ലോഗേഴ്സ് മാത്രമേ ഉള്ളൂ. മെയിനായിട്ടില്ല അവര് വന്നിട്ടില്ല. അവരൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു പോയതാണ്. നമ്മളാണ് മെയിൻ. മൈക്രോ തടികള് അല്ല ഇപ്പൊ ഫുള്ള് ബോഗേസല്ലേ. തേക്കിനാടിനെ കണ്ടിനോ? പിന്നെ ഓനെ മുഖം കാണിക്കൂല്ലോ. ഓനെ കുറെ ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ വോയിസ് ഒക്കെ കൊടുക്കുന്നവനാ. അതിന്റെ കുട്ടികളൊക്കെ 4 ആളല്ലേ? അത് ശരി. അർജന്റ് കേസാണ്. എന്റെ കുട്ടിയാണ്, ഞാൻ പറഞ്ഞ കേക്കും പറഞ്ഞേ. ഇമ്മ പറഞ്ഞ ഞാൻ കേട്ടേ. അല്ലാ ചേര് വണ്ടിമ കയറി നിൽക്കാൻ തുണി വെച്ചു കൊടുത്താ വണ്ടിമ കയറി പറഞ്ഞ ഇറങ്ങും. നിങ്ങള് പറഞ്ഞ കേട്ടേ. ഇജ എത്തിനാ തന്നെ വിളിച്ച മോനോട്ടാ എന്താ വിളിച്ചത്? ആ മോന്. ഞാൻ കണ്ടേ ഉള്ള കുത്തറിന് കണ്ടേ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാ കോഴിക്കളുണ്ടല്ലോ. ഞങ്ങൾക്ക് കുടിക്കാൻ പോണെങ്കിൽ എല്ലാരും നടക്കി കൂട്ടിക്കാരൻ വരി ഇട്ടാവും, എല്ലാരും പോയി കൂട്ടിക്കയറും. അതേമാതിരി ഇപ്പൊ രാവിലെ വിട്ടു. ഞങ്ങളിപ്പോ ഉപ്പട പോകാൻ വേണ്ടിയുണ്ട് വരെ കൂട്ടിക്കയറ്റാണ് പോയി വിട്ടു. ഇനിയിപ്പൊ ഞങ്ങൾ കുടിക്കാൻ പോവുകയാണെങ്കിൽ ഞാനതാ വന്നപ്പോ തന്നെ ചോദിക്കാൻ അതെ ക്യാമറ ഓണേ. ഓളൊക്കെ വെച്ചിട്ട് ഇവിടെ വേറൊരു ഓളെ കണ്ടിരുന്നു ഞാൻ. നടന്നു വ്ളോഗ് ചെയ്യുന്ന പെണ്ണില്ലടാ. ഏതൊക്കെ ബ്ലോഗർമാരല്ലേ? ബ്ലോഗർമാർ കണ്ടോ? ഓളൊക്കെ ഒന്ന് കണ്ടിരുന്നു. പണ്ട് ആദ്യമൊക്കെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുള്ളൂ. ഇപ്പൊ കണ്ടാനും ബ്ലോഗേഴ്സ്. അൻസിൽ ബ്ലോഗ്സ് മാറ്റി നിങ്ങൾ അൻസിലിക്കാക്കിയാണ്. എല്ലാവരും വ്ളോഗ്സ് വരുന്നതിലൊക്കെ ഫുള്ള് വ്ളോഗ്സ്. ഞാൻ എൻ്റെ എല്ലാവരും നാട്ടിൽ വിളിച്ചാൽ പേരുണ്ടാക്കിയാണ്. അഞ്ചലിക്കാക്കിയാണ്. അല്ല പത്താട് എല്ലാവരും ഫുള്ള് എല്ലാവരും ഫുള്ള് വ്ളോഗർമാരാണേ. അല്ലാത്ത കാട്ടണേ എല്ലാവരും. സൂപ്പർ ലീഗിൽ എങ്ങനെ എത്തിപ്പെട്ടത്? സൂപ്പർ ലീഗിൽ ഇന്ത്യ AD21 ഓൻ്റെ ആട്ടറിന അതിൽ ഞാൻ അത്യാവശ്യം ഉണ്ടാക്കിന് കേട്ടോ. ഒരു 40,000 രൂപ ഉണ്ടാക്കി. 40,000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓല ഇതല്ലേ പ്രൊമോഷനല്ലേ വരിക. നമുക്ക് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കാനും വ്ളോഗ് ഉണ്ടാക്കാനും അങ്ങനത്തേനൊക്കെ നമ്മൾ പോയിന്. ആ സമയത്ത് ഞാൻ ഇംറ്റിൻ്റെ കൂടെ 2 ആളുണ്ടായി. ഞാനും ആരിഫറിനെങ്ങായി ഞങ്ങളുണ്ടാവും അവിടെ ഒപ്പുണ്ടായിന് വീഡിയോ എടുക്കാനും വ്ളോഗ് എടുക്കാനും. പിന്നെ ഇംറ്റിൻ്റെ അന്ത്രോണ് AD21 അല്ല ഇർഫാനും. ഇതായിട്ട് അത് 3 വേണ്ട. അതിന്റെ സാധനം കാട്ടിയാ അവിടുത്താ
അത് എൻ്റെ ഒരു വെള്ള ഷൂ ഉണ്ടോ? ആ ഇത് മറ്റേ സാധനം ഇജ്ജ് തുടങ്ങിയത് ആ ഷൂ വെള്ള ഷൂ ഇതാക്കണേ. അതിന്റെ വെള്ള ഷൂ ഉണ്ടോ? അങ്ങോട്ട് എടുക്ക്. എടുത്തോ ഉടായ്പാണല്ലോ. വീഡിയോ ഇല്ലല്ല കട്ടയില്ലടാ. ഫസ്റ്റ് പേയ്മെന്റ് വേടാ. അത് ഷൂ എടുക്കണ്ടോക്കട്ടെ എന്നിട്ട് മതി. ലാവാക്കിയ നീ എടുത്തോ കുറച്ചല്ല എടുത്തോ. ഇതാ സ്ക്രബ്ബർ എത്തിണ്ടോ ഇതില്? സ്ക്രബ്ബർ ഇതിപ്പോ എന്തുകൊണ്ടെങ്കിലും ഇതാക്കണല്ലോ. ആക്കണം എന്നാലേ ആവുള്ളൂ. സ്ക്രബ്ബർ എത്തിക്കൊണ്ടിരി എന്നാലേ വെച്ചാ പോളൂ. അല്ലെങ്കിൽ ശീലെടുക്കാം ആദ്യം. കൈ കൊണ്ട് കൈ കൊണ്ടല്ല ആക്കേണ്ട ആവശ്യമില്ല. ശീലം ആ തുണി കൊണ്ട് തയ്ക്കണ്ട. ആ തുണി നല്ല തുണി അല്ലെങ്കിൽ എടുത്തോ. അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ ഇറക്കിറങ്ങാ അറിയും പോലെ നമ്മളെ വണ്ടി നിന്ന് ഇട്ടിട്ടുണ്ട്. ആർമിക്കാർ വെളുക്കുണ്ടോ അങ്ങോട്ട് പറയും. ഉണ്ടല്ലോ അടിയിലാക്കിക്കാം. ഇത് ചിലപ്പോ തുടച്ചാൽ ചിലപ്പോ ഉണ്ടാവില്ല. അത് ചിലപ്പോ സ്ക്രബ് ചെയ്യേണ്ടി വരും. ആ ഒരച്ചൂടി എത്ര വേദന പോയിനി. ആ ഒരച്ചൂടി. ആ റബ്ബർ കൊണ്ടുവരണ്ടേ ഈ? ആ സ്ക്രബ്ബർ ഔട്ട് ഓഫ് സ്റ്റോക്ക് അടി. അതാ പോളി. ആ തുടച്ചൂടി. വിജയിച്ചു. അതെ അതെ എങ്ങനെ ശുഭാണ് വെളുപ്പിച്ചെടുത്തു. മാറ്റണ്ടേ. സക്സസ് വിജയിച്ചു. ആ സ്ക്രബ്ബർ ഉണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്കാ. പ്രൊഡക്റ്റിന്റെ നമ്മള് ടോപ്പ് ആൻഡ് ഗ്ലോന്റെ നമ്മളെ ലാബില് നമ്മൾ അടിച്ചാൻ കൊടുത്തിട്ടുള്ളൂ. ഇത് തൽക്കാലം വേറെ ലാബിൽ എടുത്തടിച്ചാ. ആ പുതിയ റെഡിയാ. അയച്ചെടുത്തോ ലാഭല്ലേ? ഇപ്പൊ ലാഭേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരണ്ടേ. അതെ ഓലെ ചൂറാക്കാൻ ചെറുത്താ. ആ ചൂറാക്കാൻ വെച്ചിട്ടുണ്ട്. അതെ ആടെ വെച്ചളാ. അത് സുഖ. ആടെ വെച്ചളാ. ചോറല്ല അതൊന്ന് പ്രൊമോഷൻ ഇട്ടോക്കണം. അയച്ചു ലാഭം ടീമിനുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചുതരാം അല്ലേ? സംസാരിച്ചോ. ആണ്ടല്ലേ? ഞാൻ വിചാരിച്ചണ്ടേ നിങ്ങൾ വരണ്ടേ? എനിക്ക് വേണ്ട. അതെ ചെരുപ്പിന്റെ ആളാണേ ബോസേ. അവിടെ നിലത്ത് ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെ. അത് ശരി. കയറിനോട് തന്നെ കാണും. ആ ബോക്സ് വായിക്കാൻ നിർക്കോ? പട്ട ബൂട്ട്സാണേ. ബോസ് പോയ വീഡിയോഗ്രാഫറാണേ. ആ അതാ അതെ നമ്മളെ വീഡിയോയിലെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ പേരെന്തിനി? റസലി ഇവലെ വീഡിയോ കാണുന്നുണ്ടോ? അല്ല നിങ്ങള് കുടുംബക്കാരെന്തോ അല്ലേ? നിങ്ങളെന്തോ നിങ്ങള് ഓരോ തൊഴിലുറപ്പുകാരല്ലേ? മൈജി ടീമാണ് അവര്. ചെറുപ്പം മുതലല്ലേ ഫ്രണ്ട്സ് ഇല്ലേ? അത് ശരി. ചെറുപ്പം മുതലേ വേണ്ട കണ്ടാലും ഇത്ര തോന്നില്ല കേട്ടോ. കണ്ടാലും 10-28 വയസ്സ് തോന്നില്ലേ? എത്ര? ഇവര് ഞാൻ ഒരു വയസ്സ് മാറ്റുള്ളൂ. 28-29. നിങ്ങളെ കസിന്റെ കിട്ടി ബാർബറി. ടീക്കറ്റ്സിൽ ഇടപെടല്ലേ ആദ്യം? ഇപ്പൊ നിലമ്പൂർ ഇപ്പൊ ഷോപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്തോ ഒരു പേര് എനിക്ക് ഓർമ്മല്ല. അതിനടുത്ത്
പിന്നെ സീനാണ്, അത് പാറിയെന്നാണ്. അറിയാത്ത കണ്ടെങ്കിൽ ഭയങ്കര രസം ഉണ്ടാക്കും കേറിയുമ്പോ. ഇല്ലല്ലോ ഇതിപ്പോ 1 വർഷത്തെ ആവണുള്ളൂ. 1 വർഷം ഇത് ഇവിടുന്ന് പാറിയെന്ന് കിട്ടിയതാ. ഇങ്ങനെ പാറിയിട്ടുണ്ട് അല്ലേ? ശരി. അതാ കോഴി ഇങ്ങോട്ടും ഇങ്ങോട്ടോ കോഴി 1x ഇട്ടോ വൈഡിടണ്ട. ഈ കോയിനെ വേണ്ടി അറക്കാൻ കോഴിതാവിടെ കോഴിതാവിടെ ഇവിടെ കണ്ടമാൻ സ്പേസ് ആണ് ഇടുക. വാഷിംഗ് മെഷീനെ കണ്ടിട്ടോ നമ്മളെ വീഡിയോ കണ്ടായിരുന്നേ. അല്ല ആ കോയിനെ കണ്ടപ്പോൾ ഞങ്ങൾ പോന്നാ. ഇത് അക്കോറിയാ അത് ശരി. നമ്മളെ വരെ അങ്ങനത്തെ വരെ ഇനി ആദ്യം കോഴി എല്ലും ഉണ്ടായി, പിന്നെ കോഴി ബാക്കി വര മാറ്റിയപ്പോ അത് ശരി. ആ പിന്നെ നമ്മളെ ക്യാമ്പിൽ വന്നത് നിങ്ങളത് ഓർമ്മ ഉണ്ടോ? എത്തിയിൽ ഓർമ്മ ഉണ്ടോ? ആ നമ്മളവിടെ വന്നതും പിന്നെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയതും ഒക്കെ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. അന്ന് ഭാരതി ഓർമ്മ ഉണ്ടാക്കി. നമ്മൾ പൂളൊക്കെ ഓർമ്മ ഉണ്ടാക്കി. പൂളിൽ അതിൽ ഒരാളെ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് ഓർമ്മ ഉണ്ടാക്കി. നമ്മുടെ ഒരു ഫ്രണ്ട് തെസ്നി അവിടെ 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 ഫോട്ടോ ആ അവിടെ ഉണ്ട്. ആ വന്നിരിക്കും നിങ്ങള്. ആ അത് നമ്മളെ പരിപാടിക്ക് പോലെ ഇട്ടിനൊക്കെ ഓർമ്മ ഉണ്ടോ? ആ അതൊന്നും അതല്ല, അത് നമ്മളെ പരിപാടിക്കുന്ന അടിക്കി. ഇത് നമ്മളെ ക്യാമ്പിന് വന്നപ്പോ എടുത്ത ഫോട്ടോ കേട്ടോ. ഇതിന് വലിയ ഫോട്ടോ അല്ല കേട്ടോ, ഇതിന് വലിയ ഫോട്ടോ അല്ല കേട്ടോ അല്ലേ? ആ ഓക്കെ ഓക്കെ. അതൊക്കെ ക്രിയേറ്റിവിറ്റിയാ കണ്ടോ. ഈ ഫോട്ടോ എല്ലായിടത്തില്ലേ നമ്മളെ ക്യാമ്പിനൊന്നും ഈ ഫോട്ടോ എല്ലാരും കൊടുത്തതാ. വേറെ ഫോട്ടോ എടുത്തില്ലല്ലേ നിങ്ങൾ ആരും? അല്ല ഈ ഒരു ഫോട്ടോ അല്ലാതെ വേറൊരു ഫോട്ടോ ഫ്രെയിമിന് വേറെ കണ്ടില്ല. ആ ഒരു ഫോട്ടോ ഉണ്ടല്ലേ, ആ അടിപൊളി. അല്ല നമ്മളെന്തോടെ ഡ്രോ ചെയ്തോടെ? ആ അതന്നെ വെച്ചതല്ലേ നമ്മളെ ക്യാമ്പിനൊന്നും. കോഴിക്കോട് ഇനോഗ്രേഷൻ. അത് ശരി. അതല്ല തെസ്നി അരിച്ചെന്നോടെ ഇല്ല. അത് തന്നില്ല. അത് നോക്കാൻ തിരക്കിലും അത് ശരി. ആ ഓള് കിടിലം വരാട്ടോ. ആര് ഒരു മാഷില്ലടാ നമ്മളിപ്പോ ചെറുത്. ആ 100 കാസർഗോഡ് അവിടെ നിന്ന് തട്ടിയായിരുന്നു. ആ അതുണ്ട്. ഓനെ PSC കിട്ടീനി പക്ഷേ റെഡി ആയിട്ടില്ല. കോഴിക്കോട് പോയിനി. അപ്പൊ ഓനെയും കണ്ടു, അതുല്യനെ കണ്ടു, ഓളെ ചെക്കനെ അയ്യാ കണ്ടി ഒരു ഇതില് കണ്ടി ഞാൻ. അന്നുണ്ടായില്ലേ വണ്ടിന്റെ സെൻട്രൽ സ്റ്റാൻഡൊക്കെ പൊട്ടീന് കേട്ടോ. പൊട്ടീനെ ചെരുപ്പ് കൂടെ വെച്ചേ കൂടെ ഇറങ്ങട്ടെ. ലൊക്കേഷൻ എടുക്കണേ അല്ല ഷൂട്ട് എടുക്കണ ലൊക്കേഷൻ നമ്മളെ പ്രൊഡക്റ്റ്. ആ നമ്മളെ പ്രൊഡക്റ്റ് ചെക്കനെ കൊടുക്കുകയാണ്. ഇപ്പൊ യൂസ് ചെയ്തിട്ട് റിവ്യൂ കറക്റ്റ് പറയാനുണ്ടോ? അത് നല്ല പറയും. ആ ഇത് ഒറ്റയടിക്കല്ലേ? ഇതിന് ഇതൊന്നുമില്ല. അല്ല ആ വരതിന് ഞാൻ വേറെ അയച്ചു. അതിന്റെ സ്റ്റോക്ക് ഔട്ടാണ് അതാ പ്രശ്നം. ആ വരതിന് കിട്ടിയിട്ട് ഞാൻ വീഡിയോ കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല വെറുതെ ആൾക്കാരെ പറഞ്ഞ പറ്റിച്ചിട്ടില്ല. നമ്മളതിനെ കുറെ ആൾക്കാർ പറ്റിച്ചു. നമ്മളെ നമ്മളായിട്ട് പറ്റിച്ചല്ലേ? ജനുവരി മാത്രമേ ഉള്ളൂ. അതെ നമ്മൾ പ്രൊഡക്റ്റ് ചേക്കനും കൊടുത്ത് ഇവിടെ അല്ല അനാന്റെ പേരിന്റെ അവിടെ അല്ല. അതല്ലോ അനാന്റെ പേരിന്റെ അവിടെ അല്ല. എനിക്ക് തോന്നുന്നത് ചന്തകുന്നമലാണ്. പോയിട്ട് ആകെ 2 മാസം 2.5 മാസം ആയിട്ടുള്ളൂ. ആകെ സ്വന്തം പരിപാടിയല്ലേ. സ്വന്തം പരിപാടി ആകുമ്പോ ഒന്നും പോക്ക് കളിച്ച അതെ പൈസയും വേണം. ആ ടിക്കറ്റിന് ജോർജിയ നോമ്പേ
ഞങ്ങൾ വലിയ നീങ്ങിയാലോ? ആ ഇതാൻ്റെ ചെരുപ്പല്ലേ? ബ്രാൻഡാണ്. ഏത് കച്ചവടക്കാരുണ്ട് വലി? ആ ആരാ? പക്ഷെ വണ്ടി പേരുടെ പരിപാടിയാണ്. പക്ഷെ നല്ല വണ്ടി അല്ലെങ്കിൽ പണിയും കിട്ടും. ആണല്ലേ? അല്ല ഞാൻ വണ്ടി കച്ചവടത്തിൽ ഇറങ്ങിനി. അവലെ വള്ളി ഏൽക്കാനായിരുന്നു. പിന്നെ ബൈക്ക് ആ ദിശണ്ടല്ലേ? അല്ല നിങ്ങളെ വേറെ സുഹൃത്തുണ്ടല്ലോ, എത്തന്നെ പേര്? കുഞ്ഞാപ്പു. ആ വണ്ടി എടുക്കാൻ പോയതാ? അത് ശരി. ഇവിടെ മഴതോ? വിജയിച്ചാലാണ്. പക്ഷെ തോൽവി നമ്മള് വിജയത്തിന്റെ മുന്നോടിയാണല്ലേ? കിടക്കല വലിയ പോസ്റ്ററിൽ വെച്ചിട്ടാണ് പോലീസ് കിട്ടി. മെഡിക്കൽ പോയി. മെഡിക്കൽ കിട്ടിയില്ലേ? ഇന്നലെ കാട്ടിക്കൊടുത്താണ് ഇതിപ്പോ നാട്ടുകാർക്കൊക്കെ കാട്ടിക്കൊടുക്കാം. നാട്ടുകാരൊക്കെ മറന്നിട്ട് റൗണ്ട് വലിയ ഫ്ലക്സ് ഒക്കെ വെച്ചിരുന്നു നാട്ടില്. പറിച്ചില്ല ഞങ്ങള്. പറിച്ചില്ല ഞങ്ങള്. അത് പറിച്ച് ഞാനല്ല, റാഷിദോ മീനോ ഒരു ഫ്ലക്സർ വെച്ചു നാട്ടില്. നാട്ടുകാരാണ് നോക്കിയേ നമുക്ക്. ഇവര് രണ്ടാളും എങ്ങനെയാലും പണിയും കയറൂല. ലാസ്റ്റ് വെച്ച് തുണക്കാരൻ തന്നെയാലോ രാത്രി ആ ഫ്ലക്സ് വലിച്ചു കയറി. എന്നിട്ട് ഒരു രണ്ടാളും പണിയും കയറി. അത് കണ്ട നാട്ടുകാർക്ക് അതെ അതെ. ഞങ്ങൾ പോയാലേ ഒരുത്തം സിഐനെ തടഞ്ഞ കേസാണ്. ഓൻ്റെത് റെഡി ആയി കിട്ടണല്ല. തിരുവനന്തപുരത്ത് പോയിട്ട് അൻവർ ഇടപെട്ടിട്ടും. ഫോട്ടോ എടുക്കല്ലേ നമ്മള്? നമ്മ വിളിച്ചോളി. ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുക്കാം. ആ മുമ്പ് ഫോട്ടോ. അതെ തീർന്നില്ലേ? ആരും നിർത്തി. ആ ഞാൻ പാറ കൊടുന്നു കേട്ടോ. ആ കൊടുക്കാം. ശരിയാക്കരാ. ആനാ ശരിയാക്കരാ. ആ അമ്മമാക്കാരാണ്ട് ഓൻ പുള്ളി തിന്നെടുക്ക. ആ അതായിക്ക്. ഓക്കെ. ഓൻ പണ്ടിട്ടിന് കേട്ടോ. ഇപ്പൊ പണ്ടിട്ടേ കയ്യാ. നാളെ കേട്ടോ. ഇത് കൊടുക്കാൻ ഫോട്ടോ എടുക്കട്ടെ. പോർട്രേറ്റിൽ വീഡിയോ എടുത്തോ. എൻ്റെ ഇതിൽ വീഡിയോ എടുത്തോ. മറ്റെടുത്തോ. പോർട്രേറ്റിങ് അതിലെടുത്തോ. ബോസ് എടുത്തോ. അതിലെടുത്താൽ മതി. ലാസ്റ്റ് കച്ചിത്തുമ്പ് പരിപാടിയാ. ഇത് കഴിഞ്ഞില്ലെങ്കിൽ ബാപ്പ ഗൾഫ് പറഞ്ഞേക്കെന്ന് പറഞ്ഞേ. ഇതിലെങ്കിലും കഴിച്ചില്ല ഇനി. അതെ അതെ. അത് ചെക്ക യൂസ് ചെയ്ത പാടി സെറ്റാണ്. അസലേ അടിപൊളിയാണ്. രണ്ടാളെ പേര് ബസലും. ഒരാളെ ബസൽ സുബാനും ഒരാളെ ബസലും. അല്ല ഫസൽ റഹ്മാനും ബസൽ സുബാനോ. സുബാനല്ലേ? ഞാനും റഹ്മാനാട്ടോ. അൻസർ റഹ്മാൻ. അതായിക്കോട്ടെ. നിങ്ങളായാലും ഓൽക്ക് കൊടുത്താ ഓല ഷൂ ആക്കിന്. ഷൂവ് ചളി കളയുന്ന സാധനം. ഷൂമത്തെ അവിടെ കൊറേ ഷൂ ഉണ്ടല്ലോ. ഇനി ചളി നോക്കാനുണ്ടോ? കൈമേലേക്ക് വിളിച്ചോ. ഞാൻ കൊണ്ട് തന്നെ അല്ല ആ സ്ക്രബ്ബർ ഞാൻ ഇതിന്റെ സ്റ്റോക്ക് ഔട്ട്. ഏതാ വിഷയം? ഞങ്ങൾക്ക് തന്നീന സ്ക്രബ്ബറും ടോവലും ഉണ്ട്. സ്റ്റോക്ക് ഔട്ടായി. ആ വിഷയമല്ലേ?
ചളിയൊക്കെ പെട്ടെന്ന് അതെ ഞാൻ പോയോട്ടെ അസ്സലാമലൈക്കും കേട്ടോ അല്ല ഓക്കെ ഓക്കെ കേട്ടോ നോക്കടാ ആ വെച്ചാളാ നിങ്ങൾ വിളിച്ചാലോ ഏയ് ഞാൻ നല്ല ഉറക്കാണ് ഈ ഓൻ വിളിച്ചപ്പോ തന്നോട് പറഞ്ഞല്ലോ 12 മണി വരെ ഞാൻ ഉറങ്ങും അപ്പൊ 12 മണി വന്നാല് ഞാനിവിടെ ഉണ്ടാവും അങ്ങനെ എന്നോട് പറഞ്ഞ കണ്ടീഷന് അപ്പൊ ഞാൻ കറക്റ്റ് 12 മണിന്റെ ഉള്ളിൽ ഒന്ന് 11:30 ഇവിടെ എത്തി അപ്പൊ നമ്മളെ അറിയണില്ല ആയ് അതൊന്നും പ്രശ്നമല്ല ഞാൻ കേട്ടോ ഓക്കെ ഇനി നേരെ അസുറു ഉണ്ട് ഇവിടെ അസുറിന്റെ അടുത്ത് പോയാക്കാൻ നോക്കട്ടെ അസുറു ഇവിടെ അസുറിന് നേരെ ഭയങ്കരോ ചന്തക്കൊന്ന് പോയിട്ട് അന്വേഷിച്ചു അനെ നാട്ടിലുണ്ടോ ഇനി ഓ വന്നിന് ഇവിടെ 5 കണ്ടിനി മിഞ്ഞാന്നറ്റെ നമ്പറില്ല ആ ഓ നമ്പറുണ്ട് ആ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല ഞാൻ ഉറങ്ങാൻ അറിയില്ല എന്താ അറിയില്ലല്ലോ ഉറങ്ങാൻ ആളല്ല ക്ഷീണത്തിലാക്കിയാ അവിടുന്ന് വന്നല്ലേ എന്നാ പറ്റിയോ ഇന്നലെ രാത്രി ഞാൻ കണ്ട് മലപ്പുറം പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിട്ട് ആ അതെ അതെ ഓന്റെ അവിടെ തന്നെ അല്ലേ മറ്റോ അനന്റെ അവിടെ തന്നെ അല്ലേ അല്ലല്ല ഉച്ചവരെ ഉറങ്ങണം എന്നാണ് 4-ാം തീയതി കളിയാണോ എനിക്ക് സൂപ്പർ ലീഗിന്റെ കളി കാണാൻ താല്പര്യമുണ്ടോ കളി കാണാൻ താല്പര്യമുണ്ടോ സൂപ്പർ ലീഗ് മലപ്പുറം കാലിക്കറ്റും കളി ഉണ്ടാവും അതാണോ പോണോ VIP സീറ്റ് വേണേ ഒപ്പിച്ചു തരാം താല്പര്യം പറഞ്ഞോളി നോക്കട്ടെ ഇൻഷാ അല്ലാഹ് വില കൊണ്ടുവരും പോരല്ലേ വണ്ടിക്കൂലിയോ അത് 4-ാം തീയതി നാളെയാണ് നാളെ ആ ആ ഇന്നിപ്പോ ഒരു 3 അല്ലേ നാളെ 4 മുടിയാഴ്ചയില അല്ല അതിനല്ല രാത്രി കയറി കളി ഉണ്ടാവാം മുടിയാഴ്ച രാവിലെ അല്ലേ രാത്രി കളി ഉണ്ടാവും അത് രാത്രി 7:30 കളി ഉണ്ടാവാം എവിടെയാണ് ഇത് നമ്മളെ മഞ്ചേരി പയ്യനാട് എത്തണം കേട്ടോ മഞ്ചേരി അത് രണ്ട് ഭാഗമാണ് ആ കളി രസം ഉണ്ടാവും അത് കളിക്കോ പോല ആ നോക്കി നോക്കി സൂപ്പർ ലീഗ് എനിക്കറിയില്ലേ ഇപ്പം നിലവിൽ ഇതാകണല്ലേ അതാണ് ഈ VIP ടിക്കറ്റ് ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ തരാം അത് കിട്ടും ചോറല്ല നോക്കിയിട്ട് പറഞ്ഞോ സൂപ്പർ ലീഗിൻ്റെ വേണമെങ്കിൽ ടിക്കറ്റ് വാങ്ങിച്ചു തരാം നോക്കിയിട്ട് പറഞ്ഞോ നാളെ കളിറ്റോ മലപ്പുറം എന്നാണ് നാളെ മലപ്പുറം കാലിക്കറ്റോ ഹലോ വണ്ടി എടുക്കാൻ ആ വണ്ടി എടുക്ക അല്ല എങ്ങനെയാന്ന് എന്താ ഈ മെസ്സേജ് കിട്ടോ അപ്പോൾ ഓക്കെ കേട്ടോ അസ്സലാമു അലൈക്കും ബ്രോ വരട്ടോ മറ്റോനോട് പറഞ്ഞു മാറ്റി എടുത്ത് ഇവിടുന്ന് പോണ വരെ സാധനം കിട്ടണം ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഇൻട്രോട്ടാറില്ലേ ഞാൻ അതിലേറെ വലുത്ത ഞാൻ എല്ലാവരോടും കമ്പനിയാണ് അതെൻ്റെ മാറ്റം നിങ്ങളെ മാറ്റം അതും എൻ്റെ മാറ്റം അങ്ങനെ ആകണം അങ്ങനെ അങ്ങനെ ആണോ അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വാപ്പൻ്റെ കണ്ട് പരിചയം ഞാൻ അതായതാണ് വണ്ടി തീർത്താലേ അതെ ഈ വണ്ടി കച്ചവടത്തിനല്ല കേട്ടോ ഫുൾ കണ്ടീഷൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേണമെങ്കിൽ കയറ്റം വരില്ല ഇന്റർനാഷണൽ സാധനല്ലടാ ആർമി ഓഫീസർ ഉപയോഗിച്ച വണ്ടിയാണ് ആർമിയിലെ പഞ്ചാബിൽ നിന്ന് ഓട്ടിക്കൊണ്ടുവന്നത് അങ്ങോട്ടാ ആർമി പഞ്ചാബിൽ നിന്ന് ഇങ്ങോട്ട് ഓട്ടിക്കൊണ്ടുവന്ന വണ്ടി പിന്നെ ആര് ബായി അൻസി പോട്ടി വണ്ടി എമൗണ്ട് അറിയില്ല നെഗോഷ്യബിൾ ആണ് ഇതൊക്കെയാണ് പ്രശ്നം വലിയ കുറച്ച് പ്രശ്നം വലിയില്ല കുടിയില്ല ഒന്നുമില്ല അടവ് പയച്ച് എടുത്തത് വണ്ടി അത് 30 ഉറുപ്പ്യ കൊടുത്ത് ബാക്കി അടവ് വിട്ട് ലോക്കൽ വർക്ക് പറയണ്ടേ നമുക്ക് ആ ഇൻഷാ അല്ലാ ഞാൻ വരാം ഫോണൊക്കെ ഇങ്ങോട്ട് തീമായിട്ട് ഇങ്ങോട്ട് വണ്ടി വീഡിയോ എടുത്തോ അല്ല ഞാനിത് അവിടെ അടിയെത്തണ വരെ എടുത്താൽ മതി ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിവിടുന്ന് പോവാണ് അത് 4 മാസമായിട്ട് പോരാ വെച്ചാണ് അപ്പോൾ എന്താണ് നടത്തുന്നത് ലഞ്ചിഫിക്ക 3 മാസമായില്ലേ അങ്ങോട്ട് പറയുന്നത് 3 മാസമായില്ലേ അങ്ങോട്ട് പറയുന്നത് ഇന്നാണ് നടന്നത് അതാണ് കളി
ബട്ട് വൈ അതെ ചന്തക്കുന്നാണ് ഇവൻ്റെ അല്ലേ അസുറിൻ്റെ അല്ലേ എന്നാ കയറി എന്നാ വരട്ടോ ആ പോട്ടെ അതെ 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 ഇറക്കായോണ്ട് സുഖമാണ് കാറ്റാണെന്നുണ്ടെങ്കിലേ മൂപ്പരവിടെ സൈഡായിനി ഇറക്കായോണ്ട് കറക്റ്റ് ഇങ്ങനെ വെല്ലം ഇങ്ങനെ പോയാൽ മതിയല്ലോ. അടുത്ത നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ വണ്ണിലെടുത്തായിട്ടോ വൈഡിലും എടുക്കരുത്. അടുത്ത നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ അഞ്ചുമിക്ക് ഏതൊരു ഹോട്ടലിൽ നമ്മളെ കയറ്റിന് കേട്ടോ. ഈ ഹെൽമെറ്റ് ഇട്ടുള്ള വിഷയം അത് മാത്രമല്ല ഈ മുടിയുടെ ഇറപ്പായി കിട്ടും. ഇപ്പോൾ സെക്കോടായി ആ കയറിക്കോ വാ. നിങ്ങൾ സ്വന്തം ഹോട്ടലാ? ഇവിടെ വാഷിംഗ് ഇവിടെ എന്നാ വാ വാഷ് ചെയ്യാലോ. എന്താ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? മഴക്കോട്ടുണ്ടോ? ഇല്ല, ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. അത് എന്താ പറയാ നിർത്തിച്ചതോ? നിർണായകവശാൽ കഴിഞ്ഞിരിക്കുന്നു. ഭാഗ്യല്ല 1 മണിയായപ്പോൾ അതിലൂടെ ബിരിയാണി കഴിഞ്ഞു. അപ്പം എന്തെങ്കിലും തിരക്ക് അതെ അതെ കഴിഞ്ഞു. ഇനി നമ്മൾ ബിരിയാണി റൈസും ബീഫും കഴിക്കും. അപ്പോൾ ചിക്കൻ ആട്ടുന്നാല് ഇവിടെ ഹോട്ടലിൽ വരുന്നതിന് ഹോട്ടൽ ജിദ്ദയിൽ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഇവിടെ എല്ലാ ബിരിയാണി അടിപൊളിയാണ്. അതെ 1 മണിയാകുമ്പോഴത്തേനും 1 മണി ആയിട്ടുള്ളൂ കേട്ടോ. സാധനം തീർന്നു, ബിരിയാണി തീർന്നു. അതെ ഇനി നമ്മൾ കഴിക്കാൻ പോണത് ബീഫും ബിരിയാണി റൈസും. ഓക്കെ എന്നാ ഏതിലൊക്കെ പറയും ഏതൊരു മടിയില്ല. എന്നാ ബീഫും ബിരിയാണി റൈസും പോരട്ടെ? നാലെണ്ണം തിരക്ക് കൂടുണ്ടാകാം. വീഡിയോ എടുക്കണ്ടേ? അതെ അരികൊടുന്ന വീഡിയോ എടുക്കാൻ വന്നില്ല, തിരക്ക് കൂടും. വാർപ്പാരെന്ന് അതാണ് പണി പാളി. അതെ കാണിച്ചു നടക്കണല്ലോ. അതെ അതെ ഒരുപാടായിട്ടോ. ഏയ് ആവശ്യമല്ല. അല്ല ചൂടില്ലടാ. അതിന് അതല്ല ഇന്ന് ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. വെയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ചൂടാവും. അല്ല വെയിലുണ്ട് ചൂടാവും. വെയിലുണ്ട് ഓക്കെയാണ്. നിങ്ങൾ പറഞ്ഞ ഓക്കെയാണ്. വെയിലുണ്ടെങ്കിൽ ചൂടാവും. സൈറം വരെ വാങ്ങും. ആ ഈറ്റാണെങ്കിൽ സൈറം വരും. ആ ഈ ഫോണിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ സൈറം വരും. ചാർജറിൻ്റെ പിന്നിൻ്റെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഭക്ഷണം വന്നിട്ടുണ്ട് ഗൈസ്. നല്ല ബീഫിലെ കാട്ട് പോത്തും പറഞ്ഞില്ല എപ്പോൾ പിടിച്ചനെ. നിലമ്പൂര് കാടാണല്ലേ? ശരി. അല്ലേ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബോസ് അതേമാതിരിയാണ്. വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബോസൊക്കെ പറയും. വീഡിയോ ആക്കി കഴിഞ്ഞാൽ ബോസ് അതെ അതെ അതിനിടെ കൂടെ സങ്കടം പറയാനുണ്ടല്ലേ? അതെ അതെ അത് നോക്കണ്ട. അത് നാട്ടുകാർ പറയും ഭയ അമ്മക്കും ഉണ്ടായിരുന്നു ചില അമ്മയത്ത്. നമുക്ക് ഭക്ഷണം വാങ്ങി തന്ന അൻഷുക്കും പിന്നെ റാസിക്കിന് വണ്ടി കൊടുക്കാനുള്ളതാണ് കേട്ടോ. വേണ്ടവർ എന്ത് ചെയ്യാം? കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ദസ്. അൻവർ നോക്കാണ് ഇനിയിപ്പോൾ MBDയിൽ വിളിച്ചാണ്ട് പോയി. ആ അതെ MBDക്ക് വിളിച്ചാണ്ട് എന്തെങ്കിലും നോക്കട്ടെ. പേപ്പറൊക്കെ ക്ലിയർ ആണോ അതൊക്കെ അൻവർ അറിയിക്കണേ. കനോബോട്ടിലെ കനോബോട്ടൊക്കെ കണ്ട തണുപ്പടിച്ചാ അല്ലെങ്കിൽ ആനൊക്കെ പോണേ ക്രോസ് ചെയ്യണം. അതൊരു രസം. അങ്ങോട്ട് കയറണം, നാടാണി കയറണം. അല്ല ചിലപ്പോൾ കയറല്ലേ ഇങ്ങോട്ട് രാവിലെ അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റാക്കാനാണ് കൊണ്ടുപോകണം കനോബോട്ടിൽ. മറ്റേ ചായപ്പിടിക്കാരൻ. ആ ചായപ്പിടിക്കാരനെ മൂപ്പരോടല്ല രാത്രി ഉണ്ടാവുള്ളൂ. രാത്രി പണിക്കാരൻ മൂപ്പര് അങ്ങനെ വയറിലായി. മൂപ്പര് ആ ഇപ്പോൾ മൂപ്പര് തോന്നുന്നു ഒരു ടൈമാണ് എല്ലാവർക്കും.
എനിക്കറിയാം ടൈമുണ്ട്. ടൈം നമുക്ക് അവിടെ റെഡി ആവും. അതെ ടൈം വന്നു കഴിഞ്ഞത് ടൈമുണ്ട്, എല്ലാത്തിനും ടൈമുണ്ട്. ഞങ്ങളെല്ലാവരും നീ നോക്കിയാലോ? ഇവിടെ വരെ ഞങ്ങളുണ്ടല്ലോ. ആ ബാബൂരി നമ്മള് നാട്ടിലേക്ക് പോവാണ്. നാസറിന് കയറാൻ ആയിക്കോട്ടെ. നമുനിക്കടി ഇത് മാത്രം എടുക്കല്ലേ? പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജ്, കേരള ജലസേവന വകുപ്പ് കേട്ടോ. ഇവിടെ ഒരു ഷട്ടറുണ്ട്. ഇവിടെ മോൾക്കാറായോ അല്ലല്ലോ? വരാം ഗൈസ്, നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇത് ചാലിയാറുണ്ടല്ലേടി? ഷട്ടറുണ്ട് കേട്ടോ. ഷട്ടർ തുറന്നെടുക്കാം കേട്ടോ. അപ്പോൾ നിലവിൽ തുറന്നെടുക്കാം ഷട്ടർ. ഇവിടെ നല്ല വ്യൂ ആട്ടോ അല്ലേ? നല്ല രസമുണ്ട് അല്ലേ? ഇവിടെ നല്ല രസമുണ്ട്. തിരിച്ചോ? തിരിക്കാണ് തിരിമുത്തേ തിരി. എല്ലായിടത്തും ഇതുണ്ട്. ഇറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടോ. വെള്ളം ഇട്ടോ ഇതിലൊന്നും കിട്ടോട്ടോ. ഇതേമാതിരി പെട്ടെന്ന് മമ്പാടുണ്ടോന്നേ. മമ്പാട് ഷട്ടറുണ്ട്. ആ പിടിച്ചിനെന്താ പറയില്ല, എനിക്കറിയില്ല. ഇവിടെ പോയതിനോടൊക്കെ ഇറങ്ങല് ഇതിലാട്ടാ? അതിലിറങ്ങല് ഇതാണല്ലേ? വേണ്ട പോവാൻ ഇനിയിപ്പോ വീഡിയോ എടുക്കല്ലേ? ഞാൻ കണ്ടേ അവിടെ വെള്ളമല്ല, ഇത് വെള്ളമല്ല. ഇവിടെ കിട്ടീനു അല്ലേ? തീരെ വെള്ളമല്ല. ഇടാ വെള്ളമില്ല. ആ ഫോട്ടോ കിട്ടി. പൂക്കോട്ടുമണ്ണ. വേറെ ഇവിടുത്തെ പറഞ്ഞ അങ്ങാടിക്ക് ചൂരക്കണ്ടി പൂക്കോട്ടുമണ്ണ, തമ്പുരാട്ടി, കോലമ്പടം, കാവമ്പടം, പിന്നെ മാങ്ങോട്, പിലാക്കോട്. സംഭവിച്ച ഉള്ളേരിയാണ്. ഫോറസ്റ്റ് വൈബേക്കാരം ഉണ്ടാവുക. നമ്മളിന് അങ്ങാടി ആയതുകൊണ്ട് ആ ഒരു വൈബ് കിട്ടില്ല. പക്ഷെ നമ്മളെ നേരെ മുകളിലാണ് MSP ഇല്ല കേട്ടോ. നാടൻ വൈബാണത്. MSP വരെ കിട്ടണോ? അരികൂടെ MSP കിട്ടണോ? നമ്മൾ എൻ്റെ വീടിൻ്റെ നേരെ മുകളിലാണ്. ഞാൻ ഇതിലേട്ടാ നടന്നതിനൊക്കെ. പണ്ടൊക്കെ എങ്ങനെ നടന്നില്ല. പിന്നെ മറ്റേ തണ്ടർ ബോൾട്ടാരൊന്ന് പിന്നെ നടന്നില്ല. അപ്പോൾ ഏതായാലും സിറ്റിയിൽ നിന്നും നാട്ടിലേക്ക് വന്നിട്ട് സിറ്റിയിൽ നിന്ന് നമ്മളെ അരീക്കോട്. അതെ അപ്പേ ഞാനും അരീക്കോട്ടിന് വിളി. നമ്മളെ റൂട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോവാം. ലാസ്റ്റ് ഞാൻ അസറിൻ്റെ അടുത്തോട്ട് പോകണം വിചാരിച്ചിട്ട് കേട്ടോ. മൂപ്പര് ഫോൺ എടുത്തില്ല. അസർ ബ്രോ ഫോൺ എടുത്തില്ല, അതുകൊണ്ട് പോകാൻ കഴിയില്ല. സോ മൂപ്പര് ഇന്നലെ എത്തിയാൽ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ സുലൈ.